Good morning. ഇന്ന് നമ്മൾ നോക്കുന്നത് സർക്കിൾ ഡയഗ്രം ആണ്. സർക്കിൾ ഡയഗ്രം അതിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി സർക്കിൾ ഡയഗ്രം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ എസ്സേ ടൈപ്പായിട്ട് ചോദിക്കാറുള്ളതാണ്. കാണുമ്പം ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇലസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വൈറ്റ് ബോർഡിലാണ് കാണിക്കുന്നത് സർക്കിൾ ഡയഗ്രാം. നിങ്ങൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഗ്രാഫ് ഷീറ്റ് എടുത്ത് ഞാൻ വരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ വരച്ചു പോവാം. വീഡിയോ പോസ് ചെയ്ത് വരച്ചാൽ മതി. സെയിം ആയിട്ട് ആൻസർ കിട്ടുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം സർക്കിൾ ഡയഗ്രം നമുക്ക് തരുന്നത് നോലോ ടെസ്റ്റിനെയും ബ്ലോക്ക് ഡോർ ഓട്ടോ ടെസ്റ്റിനെയും ഡീറ്റെയിൽസ് ആണ്. നോലോ ടെസ്റ്റിലെ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം V0 I0 cos phi0 ആണ്. cos phi0 ഡയറക്റ്റ് കിട്ടില്ല, നമുക്ക് W0 ആയിരിക്കും തരാം. ആ W0 ന്ന് cos phi0 കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സർക്കിൾ ഡയഗ്രം വരയ്ക്കുന്നതിന്റെ സ്റ്റെപ്സ് ഒക്കെ. ആ സ്റ്റെപ്സ് വെച്ച് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് ഡോർ ഓട്ടോ ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സ് VSC ISC cos phi SC ആണ്. cos phi SC കിട്ടുന്ന WSC എന്ന് പറഞ്ഞ പവർ റീഡിംഗ് എന്നാണ്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇനിഷ്യലി നമുക്ക് phi SC യുടെ വാല്യൂ വേണം. cos phi SC ഇനിഷ്യലി നമുക്ക് വേണ്ടത് cos phi0 ആണ്. cos phi0 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 0.2. ഈ 0.2 വെച്ചിട്ട് നമുക്ക് phi0 കണ്ടുപിടിക്കാം. phi0 എന്ന് പറയുന്നത് 78.46 ഡിഗ്രി കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യം I0 ആണ് 9 ആംപിയർ എന്ന് പറയുന്നത് I0 ആണ് പ്ലോട്ട് ചെയ്യേണ്ടത് അറ്റ് ആൻ ആംഗിൾ 78.46 ഡിഗ്രി ഫ്രം ദ y ആക്സിസ്. നമ്മുടെ y ആക്സിസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആക്സിസ് ആണ് സർക്കിൾ ഡയഗ്രത്തിൽ. ഇതിന്റെ ഒറിജിൻ ഞാൻ O എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ I0 9 ആംപിയർ നമ്മൾ അസച്ച് പ്ലോട്ട് ചെയ്യില്ല, നമ്മൾ അതിനൊരു സ്യൂട്ടബിൾ കറണ്ട് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഏത് കറണ്ട് സ്കെയിൽ ചൂസ് ചെയ്യണം എന്നുള്ളത് അവരോട് ഇഷ്ടമാണ്. ഞാനിവിടെ 10 ആണ് കറണ്ട് സ്കെയിലായിട്ട് എടുക്കുന്നത്. ദാറ്റ് മീൻസ് 1 സെന്റിമീറ്റർ വെച്ചിട്ട് ഞാൻ 10 ആംപിയർ ആണ് റെപ്രസെന്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്റെ 9 ആംപിയർ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ 9/10 എന്ന് പറയുന്നത് 0.9 സെന്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ 9 ആംപിയർ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. എന്ന് വെച്ചാൽ ഞാൻ I0 എന്നുള്ളത് ദാറ്റ് ഇസ് 0.9 സെന്റിമീറ്റർ ഫ്രം അറ്റ് ആൻ ആംഗിൾ 78.46 ഡിഗ്രി ഫ്രം ദ y ആക്സിസ് ഞാൻ വരയ്ക്കുന്നു. അതിന് ഞാൻ O dash എന്ന് പേര് കൊടുക്കുന്നു ഈ പോയിന്റിന്. അപ്പൊ ഇത് 78.46 ഡിഗ്രി ഫ്രം y ആക്സിസ്. I have plotted 0.9 സെന്റിമീറ്റർ. അത് സ്യൂട്ടബിൾ കറണ്ട് സ്കെയിലിൽ I0 റെപ്രസെന്റ് ചെയ്തതാണ്, 9 ആംപിയറിനെ റെപ്രസെന്റ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് വേണ്ടത് cos phi SC ആണ്. cos phi SC തന്നിട്ടുണ്ട് ഓൾറെഡി 0.4. അതിന് ഞാൻ phi SC യുടെ വാല്യൂ phi SC ഈക്വൽ ടു 66.42 ഡിഗ്രി എടുക്കുന്നു. ഇത് വെച്ച് എനിക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC യുടെ 50 ആംപിയർ എന്നിട്ടുള്ളത് ഒരു റെഡ്യൂസ്ഡ് വോൾട്ടേജിലാണ്, 200 വോൾട്ടിലാണ്. എനിക്ക് ISC അറ്റ് നോർമൽ വോൾട്ടേജ് വേണം. ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അറ്റ് നോർമൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇൻറ്റു റേറ്റഡ് വോൾട്ടേജ് V rated ഡിവൈഡഡ് ബൈ ISC മെഷർ ചെയ്ത വോൾട്ടേജ്, ദാറ്റ് ഈസ് എ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്. ISC എന്റെ ക്വസ്റ്റ്യനിൽ 50 ആംപിയർ ആണ് ഇൻറ്റു റേറ്റഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് 400 വോൾട്ട് 50 ഹെർട്സ്, ദാറ്റ് ഈസ് 400 വോൾട്ട് ആണ് റേറ്റഡ് വോൾട്ടേജ്. ഇനി ഷോർട്ട് സർക്യൂട്ട് ടൈമിലെ വോൾട്ടേജ് 200 ആണ്. സോ ഇതെന്ന് പറയുന്നത് എനിക്ക് 100 ആംപിയർ കിട്ടും ISN, ദാറ്റ് ഈസ് എ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ. സോ ഇതിനെ ഞാൻ കറണ്ട് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യും. ISN കറണ്ട് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 10 സെന്റിമീറ്റർ ആണ് കിട്ടുക. അപ്പോൾ ISN ഞാൻ 10 സെന്റിമീറ്ററിൽ അറ്റ് ആൻ ആംഗിൾ 66.42 ഡിഗ്രി ഞാൻ വരയ്ക്കുന്നു ഫ്രം ഒറിജിൻ O. ഇതിന് ഞാൻ L എന്ന ഈ പോയിന്റിന് മാർക്ക് ചെയ്യുന്നു. OL റെപ്രസെന്റ് ISN അറ്റ് ആൻ ആംഗിൾ 66.42 ഡിഗ്രി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ഈ O ഡാഷും L കൂടെ ജോയിൻ ചെയ്യുന്നു. O ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റും
എൽ എന്ന് പറഞ്ഞ പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നു. ഈ O' ആണ് എൻ്റെ ഔട്ട്പുട്ട് ലൈൻ. സർക്കിൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ട് ലൈൻ ആണ് O'. ഇനി O'ന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ, വെറുതെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അതിന് ഞാൻ O' എന്ന് പേര് കൊടുക്കുന്നു. ഒരു ലൈൻ മെഷർമെന്റ് ഒന്നും ഇല്ലാതെ വെറുതെ വരച്ചാണ്. ഈ O''ലാണ് സർക്കിൾ ഡയഗ്രത്തിലെ സർക്കിളിന്റെ സെന്റർ. ഓക്കെ, ആ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ ഈ ഔട്ട്പുട്ട് ലൈൻ ദാറ്റ് ഈസ് O''ന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. യൂഷ്വലി പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ എങ്ങനെ ഒരു ലൈന് വരയ്ക്കുക? കോമ്പസ് എടുത്ത് മുകളിലും താഴെയും പകുതിക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് മുകളിലും താഴെയും വരച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. അതേ മെത്തേഡിൽ ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്റെ സർക്കിളിനെ ജി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ദിസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് ജി. ഇത് ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചതാണ്. ഓക്കെ, സോ ഞാൻ സർക്കിളിന്റെ സെന്റർ ഡിറ്റർമൈൻ ചെയ്തു, ദാറ്റ് ഈസ് ജി. ഓക്കെ, സോ ഈ O'(G) എന്നുള്ളത് സർക്കിളിന്റെ റേഡിയസും ജി സെന്ററുമായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ജി ഇസ് ദ സെന്റർ ഓഫ് മൈ സർക്കിൾ ആൻഡ് O'(G) is taken as the radius of the circle. Okay, G സെന്ററും O'(G) റേഡിയസുമായിട്ട് പ്ലോട്ട് ചെയ്ത ഒരു സർക്കിൾ. അത് എല്ലിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എല്ലിൽ നിന്ന് താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ആ സ്ട്രെയിറ്റ് ലൈന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എസ് എന്ന് കൊടുക്കുന്നു. O'(H)നെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എൻ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ലൈൻ എൽ എസ് എന്ന് പറയുന്ന ലൈന് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിലെ ടോട്ടൽ പവറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിലെ ടോട്ടൽ പവർ. അപ്പം ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് നമ്മൾ പവർ കൊടുക്കുന്ന ഇൻപുട്ട് പവർ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഫിക്സഡ് ലോസ് ഉണ്ടാവും അവിടെ. ഓക്കെ, ഫിക്സഡ് ലോസ് ഉണ്ടാവും. സ്റ്റേറ്റർ കോപ്പർ ലോസ് ഉണ്ടാവും. സ്റ്റേറ്ററിൽ കോപ്പർ ലോസ് ഉണ്ടാവും. അതുപോലെ റോട്ടറിലും കോപ്പർ ലോസ് ഉണ്ടാവും. ഓക്കെ, കാരണം ഔട്ട്പുട്ട് ഒന്നും ഇല്ലല്ലോ, ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് അത് ഫിക്സഡ് ലോസും സ്റ്റേറ്റർ കോപ്പർ ലോസും ബ്ലോക്ക്ഡ് റോട്ടറാണ്. റോട്ടർ കോപ്പർ ലോസുമായിട്ട് നമ്മൾ ചെയ്യുന്നു. സോ ഇവിടെ ഫിക്സഡ് ലോസ് എന്ന് പറയുന്നത് NS എന്ന് പറഞ്ഞ ലൈൻ റെപ്രസെന്റ്. NS ഈസ് ദ ഫിക്സഡ് ലോസ്. ബാക്കി എന്തൊക്കെയേ വരുന്നുള്ളൂ? NS മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി LN ആണ് വരുന്നത്. സ്റ്റേറ്റർ കോപ്പർ ലോസും റോട്ടർ കോപ്പർ ലോസും കൂടെ LN ആണ് വരുന്നത്. അപ്പം ഇതിനെ എത്രയാണ് സ്റ്റേറ്റർ കോപ്പർ ലോസ്, എത്രയാണ് റോട്ടർ കോപ്പർ ലോസ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഒരു സ്യൂട്ടബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സ്റ്റേറ്റർ ആൻഡ് ദ റോട്ടർ കോപ്പർ ലോസ് ആർ ഡിവൈഡഡ് ഈക്വലി ഇൻ ദ ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എൽ മെഷർ ചെയ്ത് അതിനെ പകുതി എടുത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിന് ഞാൻ എം എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, സോ LM represent rotor copper loss and MN represent stator copper loss ആയിരിക്കും. LM എന്നുള്ള റോട്ടർ കോപ്പർ ലോസും M എന്നുള്ളത് സ്റ്റേറ്റർ കോപ്പർ ലോസും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, M ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം O'(M) ജോയിൻ ചെയ്യുക. ദിസ് O'(M) എന്ന് പറയുന്നതാണ് ടോർക്ക് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആണ് O'(M), ദാറ്റ് ഈസ് ദ ടോർക്ക് ലൈൻ. O'(M) ഈസ് ദ this O'(M) എന്ന് പറയുന്നത് ടോർക്ക് ലൈൻ ആണ്, വിച്ച് ഡിവൈഡ്സ് ദ LN into 2 equal parts. ഓക്കെ, ഇപ്പോൾ സർക്കിൾ ഡയഗ്രത്തിന്റെ ഒരു ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലൈൻ കറണ്ട് ആണ്. ഓക്കെ, ലൈൻ കറണ്ട് കണ്ടുപിടിക്കാൻ ആദ്യം പവർ സ്കെയിൽ ഡിറ്റർമൈൻ ചെയ്യണം. പവർ സ്കെയിലിന് വേണ്ടിയിട്ട് നമുക്ക് പവർ ഷോർട്ട് സർക്യൂട്ട് പവർ അണ്ടർ നോർമൽ കണ്ടീഷൻ കണ്ടുപിടിക്കണം. നമ്മൾ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് പവർ അണ്ടർ നോർമൽ കണ്ടീഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് പവർ PSC അത് നമ്മുടെ കയ്യിൽ ഇല്ല, ഇൻറ്റു നമുക്കറിയാം പവർ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. സോ ISN, നോർമൽ കണ്ടീഷനിലെ കറണ്ട് ISN ആണ്, ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലെ കറണ്ട് ISC ആണ്. അതിന്റെ സ്ക്വയർ ISN സ്ക്വയർ ബൈ ISC സ്ക്വയർ ആണ്.
പവർ പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ആയതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലെ പവർ കണ്ടുപിടിക്കണം PSC. ഈ ക്വസ്റ്റ്യനിൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലെ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, പവർ ഫാക്ടർ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് പവർ കണ്ടുപിടിക്കാൻ പറ്റും ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലെ. ദാറ്റ് ഈസ് √3 into VL, that is 200 into IL, that is 50 into cos phi, that is 0.4. അപ്പം നമുക്ക് ഈ പവർ എന്ന് പറയുന്നത് 6928 വാട്ട് കിട്ടും ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലെ പവർ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ PSC കൊണ്ട് ഈ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 6928 into ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലെ കറണ്ട് നമ്മൾ ഓൾറെഡി സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചാണ് ISN. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയത് 100 ആംപിയർ ആയിരുന്നു. ഡിവൈഡഡ് ബൈ ISC എന്ന് പറയുന്നത് 50 ആണ്. സോ അതിന്റെ സ്ക്വയർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 27712 വാട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ PSN. അപ്പൊ ഈ PSN വെച്ചിട്ട് നമ്മൾ കറണ്ട് സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ PSN എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനിലെ ഷോർട്ട് സർക്യൂട്ട് പവർ ആണ്. അത് റെപ്രസെന്റ് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൽ LS ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോ PSN ഡിവൈഡഡ് ബൈ length of LS, that is our power scale. ഇതിങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് സ്കെയിൽ നമ്മൾ വെറുതെ ചൂസ് ചെയ്യായിരുന്നു, പക്ഷെ പവർ സ്കെയിൽ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇതാണ് അതിന്റെ പ്രിസ്ക്രൈബ്ഡ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച PSN ഡിവൈഡ് ബൈ LSന്റെ ലെങ്ത്. ഇവിടെ എനിക്കൊരു ഏകദേശം ലെങ്ത് LSന്റെ കിട്ടിയേക്കുന്നത് 4.3 സെന്റിമീറ്റർ ആണ്. സോ മൈ പവർ സ്കെയിൽ വിൽ ബിക്കം 27712 ഡിവൈഡ് ബൈ 4.3. അപ്പൊ എനിക്ക് കിട്ടുക എന്നുള്ളത് ആൻസർ 6444.65. This is in watts, denominator in centimeters. So that will be watts per centimeter ആയിരിക്കും എന്റെ പവർ സ്കെയിൽ. പവർ സ്കെയിൽ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ മീൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക എങ്ങനെയാ പവർ സ്കെയിൽ കണ്ടുപിടിക്കുന്നത്. യൂഷ്വലി PSC തരുന്ന ഇവിടെ ഷോർട്ട് സർക്യൂട്ട് പവർ തരുന്ന കണ്ടീഷനിൽ നമുക്കത് സെപ്പറേറ്റ് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. അത് തരാത്തത് കൊണ്ടാണ് നമ്മൾ PSC കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ഈ പവർ സ്കെയില് 644.65 വാട്ട്സ് പെർ സെന്റിമീറ്റർ ആണ്. നമ്മുടെ മെഷീന്റെ പവർ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 HP മെഷീൻ ആണ്. അപ്പൊ സോ 20 HP എന്ന് പറഞ്ഞാൽ 20 into ഹോഴ്സ് പവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വാട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 746 വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്യാറ്. ദാറ്റ് ഈസ് 14920 വാട്ട്സ് എന്ന് വരും. ഇതിനെ നമ്മൾ സ്യൂട്ടബിൾ പവർ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ദിസ് തിങ് ഡിവൈഡഡ് ബൈ 14920 ഡിവൈഡഡ് ബൈ നമ്മുടെ പവർ സ്കെയിൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയല്ലേ, കറണ്ട് സ്കെയിൽ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് കറണ്ട് വരച്ചത്. അതുപോലെ ഇവിടെ പവർ സ്കെയിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് പവർ വരയ്ക്കണം പ്ലോട്ട് ചെയ്യാൻ വേണ്ടി. Divided by 6.65 will get 2.31 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇത്രയും പവർ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് ദ ആഡ് ചെയ്യണം. ഈ എല്ലിന്റെ കൂടെ മുകളിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ 2.31 സെന്റിമീറ്റർ എല്ലിൽ നിന്ന് മുകളിലോട്ട് വരയ്ക്കുക. അതിന് ഞാൻ ആ പോയിന്റിന് ഞാൻ ഇവിടെ W എന്ന് ഞാൻ പേര് കൊടുത്തു, LW എന്ന് പറയുന്നത് 2.31 സെന്റിമീറ്റർ ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ലൈൻ കറണ്ട് ആണ്. ലൈൻ കറണ്ട് ഫുൾ ലോഡ് ലൈൻ കറണ്ട് കണ്ടുപിടിക്കാൻ ഔട്ട്പുട്ട് ലൈന്, ദിസ് ഈസ് O'(L) ഈസ് ദ ഔട്ട്പുട്ട് ലൈൻ. അതിന് പാരലായിട്ട് ഒരു ലൈൻ W എന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. W വെച്ചിട്ട് സെറ്റ് സ്ക്വയറും ഒക്കെ വെച്ചിട്ട് സ്കെയിലും ഒക്കെ വെച്ച് പാരലൽ വരയ്ക്കാൻ നമുക്കറിയാം. O'(L) പാരലായിട്ട് W എന്ന് ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈൻ നമ്മുടെ സർക്കിളിനെ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന പോയിന്റ്. സോ ആ പോയിന്റ് നമ്മൾ A എന്ന് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് OA ജോയിൻ ചെയ്യുക. ഓക്കെ, ആൻഡ് മെഷർ ദാറ്റ് OA. ആ OA ആണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, I1, ദാറ്റ് ഇസ് എ ലൈൻ കറണ്ട്. ഓക്കെ, സോ ലൈൻ കറണ്ട് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് OA മെഷർ ചെയ്യുക, അതിന്റെ ലെങ്ത് ഇൻറ്റു
കറണ്ട് അല്ലേ, നമ്മൾ കറണ്ട് സ്കെയിൽ വെച്ചിട്ടല്ലേ കറണ്ട് വരച്ചത്, ഇൻറ്റു